ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എയർടെൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഒരു നെറ്റ്വർക്കിംഗ് രീതിയെ കുറിച്ചിട്ടാണ്. നമ്മുടെ നെറ്റ്വർക്ക് ഏതുമായിക്കൊള്ളട്ടെ, നമ്മൾ ഒരു ടവറിന് കീഴിലാണെങ്കിൽ ഒരുപോലെയായിരിക്കും എല്ലാവർക്കും നെറ്റ്വർക്ക് ലഭിക്കുന്നത്. അതിനുദാഹരണമാണ് നമ്മൾ വല്ല ഉത്സവത്തിനോ അല്ലെങ്കിൽ സമ്മേളനത്തിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന ഒരു നഗരിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ലഭിക്കാറുള്ളൂ. നമുക്കതിൽ നിന്ന് ഡാറ്റ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതായത് ആ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് നമുക്കൊരു കോൾ ചെയ്യാൻ പോലും സാധിക്കാറില്ല. നിങ്ങളൊരു എയർടെൽ യൂസർ ആണ് എങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് 5G ഡാറ്റ ഹൈ സ്പീഡിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ എയർടെലിന്റെ പ്രയോറിറ്റി കസ്റ്റമർ ആണ് എങ്കിൽ ഇനി എത്ര വലിയ ആൾക്കൂട്ടത്തിനിടക്കും നമുക്ക് നെറ്റ്വർക്ക് ലഭിക്കും. ഇതിനായിട്ട് നമുക്ക് എയർടെലിന്റെ പ്രയോറിറ്റി പോസ്റ്റ് പെയ്ഡ് പ്ലാനിൽ ജോയിൻ ആയിരിക്കണം. അതായത് ഈ ഒരു പ്രയോറിറ്റി പ്ലാനിന്റെ പോസ്റ്റ് പെയ്ഡ് പ്ലാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈ സ്പീഡിൽ തന്നെ എത്ര ജനങ്ങൾ കൂടിക്കഴിഞ്ഞാലും അതിനകത്ത് നമുക്ക് ഹൈ സ്പീഡിൽ നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതെ, പണമുള്ളവനും ഇല്ലാത്തവനും എയർടെൽ ഇവിടെ വ്യത്യസ്ത രീതിയിലാണ് ഡാറ്റ കൊടുക്കുന്നത്. ഇന്റർനെറ്റ് ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ തകിടം മറിച്ചുകൊണ്ടാണ് ഈ ഒരു പ്ലാൻ നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഒരു 5G നെറ്റ്വർക്ക് സ്ലൈസിംഗ് എന്ന് പറയുന്ന പ്രക്രിയ പുതുതായിട്ടാണ് ഇന്ത്യയിൽ പരീക്ഷിക്കുന്നത്. ഇപ്പോൾ ടെക് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ് 5Gയുടെ ഈ ഒരു പ്രയോറിറ്റി പ്ലാനിനെ കുറിച്ച്. എന്നാൽ കമ്പനി പറയുന്നത് ഇത് നെറ്റ്വർക്കിന്റെ തിരക്ക് കുറക്കാനും ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകാനുമാണെന്നാണ്. എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മറ്റൊരു ചോദ്യമാണ്, ഇത് ശരിക്കും ഒരു സാങ്കേതിക മുന്നേറ്റമാണോ, അല്ലെങ്കിൽ പണമുള്ളവനെ പ്രത്യേകിച്ച് പരിഗണിക്കുന്നതാണോ? ഈ ഒരു പ്ലാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടവറിന് കീഴിൽ നിൽക്കുന്ന 2 എയർടെൽ ഉപഭോക്താക്കൾക്ക് ഒരുപോലെയുള്ള സ്പീഡ് ആയിരിക്കില്ല ലഭിക്കുന്നത് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോസ്റ്റ് പെയ്ഡ് പ്രയോറിറ്റി പ്ലാനിൽ നിങ്ങൾ ജോയിൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് തന്നെ മറ്റുള്ളവരെക്കാൾ സ്പീഡിൽ ഹൈ സ്പീഡിൽ 5G നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള പ്രത്യേകത. ഈ സ്ലൈസിങ്ങിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായി കണക്കാക്കുന്നത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് തന്നെയാണ്. ചില ക്രിട്ടിക്കൽ സ്റ്റേജുകൾ, അതായത് ഉത്സവം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെസ്റ്റിവൽ പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ഒരു ടവറിന് കീഴിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് പ്രയോറിറ്റി ലഭിക്കും. അവിടെ നമുക്ക് നെറ്റ്വർക്ക് ഹൈ സ്പീഡിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ശ്രദ്ധിക്കണം, അവിടെ ഒരു കോള് പോലും, അതായത് മറ്റൊരു വ്യക്തിക്ക് ഒരു നോർമൽ കോള് പോലും ചെയ്യാൻ പറ്റാത്ത, നെറ്റ്വർക്ക് ഹാങ് ആയി കിടക്കുന്ന ഒരു സമയത്ത് പോലും ഈ ഒരു പ്രയോറിറ്റി പ്ലാനിലുള്ളവർക്ക് നമുക്ക് ഹൈ സ്പീഡിൽ 5G നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഈ ഒരു പ്ലാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഒരു പ്ലാൻ ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത്. ഇത് സാധാരണക്കാരുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി, അതായത് ഒരു VIP ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീൽ ആയിരിക്കും. പണമുള്ളവർക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് കൊടുത്തുകൊണ്ട് അവർക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ട് ഇതുപോലെ നെറ്റ്വർക്ക് ഹൈ സ്പീഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു? ഈ ഒരു പ്ലാൻ എടുത്തവർ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചിലർ പറയുന്നത് ഇത് കാരണം കൊണ്ട് മറ്റ് നെറ്റ്വർക്ക്, അതായത് നോർമൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നവർക്ക് ഡാറ്റയുടെ വേഗത കുറയുന്നു എന്നാണ്. അതായത് നമ്മൾ ഈ ഒരു പ്രയോറിറ്റി പ്ലാനിലേക്ക് മാറാൻ നമ്മൾ നിർബന്ധിതരാകുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന ഹൈ സ്പീഡ് ഡാറ്റ ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നും കംപ്ലൈൻറ്റുകളുണ്ട്. എല്ലാവരും ഈ ഒരു പ്ലാനിലേക്ക് തന്നെ മാറേണ്ടി വരുമോ എന്ന ചോദ്യവും പൊതുസമൂഹത്തിൽ ഉയർന്നിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നിരിക്കും. എല്ലാവർക്കും ബൈ.